അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പോലത്തെ സ്വഭാവ എല്ലാ വിഷയത്തിലും അത്യന്ത ശ്രേഷ്ഠമായ ഒരു വ്യക്തിയെ ഇനി ഒരു ഉമ്മ പെരോകില്ല സഹോദരന്മാരെ. അങ്ങനത്തെ നബി ഞങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരുടെ ഈ പൽക്ക ചൊല്ലുന്നതായെങ്കിൽ പിന്നെ ഊടെ മുസ്താദ് ചൊന്നെങ്കിൽ മുസ്ലിയാർ ചൊന്നെന്തായെങ്കിൽ സാധാരണ ഞങ്ങൾക്ക് പിടിയില്ല, ഞങ്ങൾക്ക് ഗൊന്തില്ല, ഞങ്ങൾക്ക് പിടിയില്ല ಅಂತ ഞങ്ങൾ ഉസ്താദ് ചൊന്തു ന്യായീകരിച്ചിട്ട് രക്ഷപ്പെടുക ആവില്ല സഹോദര. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് വയ്ക്കോന്നു ചൊത്തൈത്തിക്കറ്. ഇങ്ങനെ ഒരുപാട് ബുർദത്തിൽ യാ അക്രമൽ ഖൽഖി മാലി യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി. നിങ്ങളെല്ലാം ആറുള്ളാർ ഞങ്ങൾക്ക് രക്ഷണ തേടോകൂ, അഭയയാചനാക്കൂ. ഇങ്ങനെയുള്ള ചൊന്തു ഇതൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആ. ഏത് ഉദ്ദേശത്തിന് അല്ലാഹു പഠിച്ചിരെ അല്ലാഹുരെ മാത്രമേ ഇബാദത്ത് എടുക്കണു ചൊന്തൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ പഠിച്ചിരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാ നിഅമത്ത് തണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്റാക്കുക ബേന്മൈതൈത്തിക്കറ്. ആ ഇബാദത്ത് അല്ലാഹു അല്ലാഹു തിരിച്ചു വിട്ടേൻ തായെങ്കിൽ അത് വലിയ ഡേഞ്ചർ ആയിത്തിക്കറ് ചൊല്றது. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആർ അല്ലാഹുരൊട്ടിಗೆ ശിർക്കാക്കാന അവൻക്ക് സ്വർഗ്ഗ നിഷിദ്ധൈത്തിക്കറ്. വമഅവാഹു നാർ. ദാ ഇത് മനസ്സിലാക്കോറു, അവന്റെ ജാഗ നരകൈത്തിക്കറ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അവൻക്ക് ആരും സഹായത്തെ കിട്ടല. സഹോദരന്മാർ, ഇത് ശിർക്കുൽ അക്ബർ ആയിത്തിക്കറ്. ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇഖ്ലാസിനെല്ലാക്കണം. ഞങ്ങൾ യാറെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വയും ഭക്തിയും തവക്കുലും സ്ട്രോങ് ആക്കണം. അല്ലാഹുവിന്റെ ദീൻ കൈത്തിക്കറി യാറെ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ദുനിയാവ് ഐഹികമായ സുഖ സൗകര്യത്തിക്ക് അല്ല. ഇതെല്ലാം ആക്കുമ്പോഴത്തേക്കു ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗഫ് വേണം. ഒന്നാമത്തേത് ഞങ്ങൾ ഒരു അമൽ അല്ലാഹുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മേലുള്ള അതിയായ പിർസ വേണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ആ ഈമാനുള്ള അല്ലാഹുവിനെ അതിശക്തമായിട്ട് പിർസാക്കാറ്. അതിനെ ഒട്ടികമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ തപ്പിപ്പോയെങ്കിൽ നന്നെ പിടിച്ച് ശിക്ഷിക്കുവാനാ ചൊത്തുള്ള ഖൗഫും വേണം. അതേപോലെ എന്തായെങ്കിൽ ആരെ കൊറടി ആക്കിയെങ്കിൽ അല്ലാഹുട്ടിಗೆ മാഫ് കേട്ടെങ്കിൽ അല്ലാഹു നന്നെ മാഫാക്കാണ് ചൊത്തുള്ള ഉമ്മീദും പ്രതീക്ഷയും വേണം. എങ്ങനെ എത്തിക്കറിന് അങ്ങനെ ജീവിതം മുന്നോട്ട് പോണ്ടായത്. അതേ അവസ്ഥയിൽ ഇനിയൊരു സൈഡിൽ സഹോദരന്മാരെ, ഞങ്ങളെ എത്ര സഹോദരിമാർ അല്ലേ, എത്ര മുസ്ലിയാക്കന്മാർ അങ്ങനെ നരകത്തെ ബെറവാക്കി വന്നുള്ളാറ് അല്ലേ സഹോദരന്മാരെ. നാല് പരലോകത്തിൽ വലിയ കേദിക്കുവാറും ചൊല്ലതായിത്തിക്കറ്. അങ്ങ് ചൊല്ലുവാറ്, യാ അല്ലാഹ് ഞങ്ങളെ സാദാത്തുമാറും ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളെ തെരുത്തപ്പാട്ടിയാറ് അല്ലാഹ് റബ്ബനാ ആതിഹിം ضعفين من العذاب والعنهم لعنا كبيرا. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ചൊല്ലറാ, ഞങ്ങൾ തിരുത്തപ്പാട്ടിയാർ അല്ലാഹ്. ഞങ്ങൾ ഉസ്താദുമാരെ പാൽക്കാൻ ഞങ്ങൾ ഉസ്താദല്ല, അങ്ങനെ മുണ്ടാസ് സോത്ത് പോയ, അങ്ങനെ റാഗത്തിക്ക് സോത്ത് പോയ, അങ്ങനെ എന്തെല്ലാം ആക്കി വെച്ചാർ, ഒരുപാട് ആക്കി വെച്ചാർ. ഞങ്ങൾക്ക് ഗൊന്തില്ല, അർത്ഥം ഗൊന്തില്ല, പിടിയില്ല, പഠിച്ചിട്ടില്ല. ആരായും ചൊല്ലുമ്പോൾ നൂതനവാദി ചൊല്ലും ലേബൽ കൊട്ടിട്ട് വിട്ടുവിട്ടാറ്. ഖുർആൻ എന്തിന് അല്ലാഹു സന്ദേശം തന്നരെ, അല്ലാഹു റസൂൽ എന്തിനെ പഠിപ്പാട്ടിനെ എന്ത് കൈത്തിക്കറ് വന്നരെ ചൊല്ലറെ ഹക്കീക്കത്ത് മനസ്സിലാക്കാൻ ഞാൻ കുടുങ്ങി പോയ അല്ലാഹുവേ, ഈ മുസ്ലിം ഈ നേതാക്കന്മാർക്കും ഈ ആളുമാർക്കും നീ നരകത്തിൽ ഡബൽ ശിക്ഷ ഇട്ട് കൊടുവും ചൊത്തു നരകത്തിൽ വെച്ചിട്ട് ഈ ആൾമാർ ചൊല്ലറ സഹോദര. ഇത് ഞങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇനി ഒന്നൈത്തിക്കറ് ബിദ്അത്ത് ചൊല്ലത് ഞങ്ങളെ നരകത്തിൽ എത്തുപാട്ട് ഒന്നൈത്തിക്കറ്. നരകത്തിൽ നിന്ന് ബച്ചുവാവരെന്തായെങ്കിൽ ബിദ്അത്തിന്റെ വിഷയത്തിൽ ജാഗ്രത ആക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തിൽ ചൊന്നോയിന്തി ഖൈറായ പൽക അല്ലാഹുരെ പൽകൈത്തിക്കറ്. ചര്യയിൽ വെച്ചിട്ട് അത്യുത്തമമായത് റസൂലിന്റെ ചര്യൈത്തിക്കറ്. കാര്യത്തിൽ വെച്ചിട്ട് ബെഡ്ക്ക് ഷർറ് പിടിച്ചത് നൂതനമായിട്ട് നിർമ്മാണാക്കിയതൈത്തിക്കറ്. നൂറെ അജ്മീർ അല്ലേ, മദനിയം ഓൺലൈൻ സലാത്ത് അറിവിന്നിലാവും ചൊന്തു ಬೇರೆ സ്വലാത്ത്, കോಟಿ സ്വലാത്ത് സമർപ്പണ ചൊന്തു ಬೇರೆ കൊറിയൊന്നു ആറ് പഠിപ്പാട്ടിയത് സഹോദര. ഇങ്ങനത്തെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ സ്വലാത്ത് മജ്ലിസിനെ ഇങ്ങനെ ജലാലിയ റാത്തീബു, മുഹിദ്ദീൻ ഷേഖ് റാത്തീബു, റിഫായി റാത്തീബു ദീനിൽ ആറൈത്തിക്കറ് സുന്നത്ത് വൽ ജമാഅത്ത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സാബിതായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ സ്വഹാബത്തിക്ക് പരിചയമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂല വലാ തുബ്തിലു അമാലക്കും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കൂ. നിങ്ങൾ ആരെ അനുസരിക്കരുത്, നിങ്ങളെ അമലിനെ നിങ്ങൾ ബർബാദാക്കണ്ട ചൊന്തു അല്ലേ സഹോദരന്മാരെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ ഒരു വിഷയം കിട്ടിയിട്ട് ഒരുപാട് ആൾമാർ വെച്ചിട്ട്
തക്ബീർ ചൊന്നോന്തുള്ളാർ അല്ലാഹു അക്ബർ ചൊന്നു 100 വട്ട லா இலாஹ இல்லல்லாஹ் சொல்ற 100 வட்ட தப்பா லா இலாஹ இல்லல்லாஹ் சொல்றது தப்பா സുബ്ഹാനല്ലാഹ് சொல்றது தப்பா അല്ലാഹു അക്ബർ சொல்றது തപ്പാ അങ്ങ് 100 വട്ട ഹൽക്ക എന്നെ ദിക്റാക്കി എന്നത് അപ്പൊ എന്തിനാ ചൊന്ന അയാള് വന്ന് ചൊന്നത് കേട്ട് നിങ്ങൾ എന്തിനാ ഇതാക്കിയോന്തുല്ലേ അപ്പൊ അങ്ങ് ചൊന്നാറ് വിഷയത്തെ ഞങ്ങൾ കല്ല് വെച്ചിട്ട് തക്ബീർ എണ്ണിയോന്തുല്ലേ അപ്പൊ അയാൾ ചൊന്നത് എന്തരെ ഒരു സമയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഡുണ്ടും തൈത്തിനെന്തായെങ്കിൽ ഇതേ പള്ളിയിലുള്ള പത്തിത്തി ഉസ്താദുമാരൊട്ടിക്ക് ചൊല്ലാത്താറ് ഫഉദ്ദു സയ്യാതികും നിങ്ങളെ നാശത്തെ നിങ്ങൾ എണ്ണോറും ചൊന്തൈത്തിക്കറ് അങ്ങ് തക്ബീർ ചൊന്നോ ഇന്നെ സഹോദരന്മാരെ ഇങ്ങ എന്തെല്ലാം ചൊന്നോന്തുള്ളാർ കുതുബിയത്താക്കിയോന്തുള്ളാർ അപ്പൊ എന്ത് ബുടലാന്ത് സ്വഹാബത്ത് അങ്ങ് അങ്ങ് ചൊന്നേ ഫഅന ضامن അല്ലാ യضيع من حسناتكم شيء ഒരു ഹസനാത്തു നിങ്ങൾക്ക് എത്തലാൻ ചൊല്ലതൈത്തിക്കറ് അങ്ങനെ ചൊന്തു അങ്ങനെ എച്ചരിക്ക കൊടുത്തു ഒന്നും എത്തല നിങ്ങൾ എത്ര വേഗം ഹലാക്കായി എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൂടെ ഉണ്ടു ഹയാത്തുലുള്ളാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രസ്സ് പലയിട്ടില്ല ഇടകാലൊന്നും കട്ടയിത്ത് പോയിട്ടില്ല ഇത്ര വേഗം ദീനിൽ നിങ്ങൾ പുതിയതുണ്ടാക്കിയത് നിങ്ങൾ ആ റസൂലിന്റെ മില്ലത്തിനെ കാട്ടി ഖൈറായ ഒരു മില്ലത്തിലാവുള്ളത് അതൈത്തിക്കറ് സഹോദരന്മാരെ ദീനിന്റെ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണായത് സ്വഹാബത്ത് സ്വീകരിച്ച നിലുവെന്തരെ സ്വഹാബത്ത് എന്തൊരു ദീനൈത്ത് മനസ്സിലാക്കിയാറ് അത് ഇണ്ടും ദീന് അതല്ലാത്തത് കാലി ദീനൈത്തിക്ക് ബയർന്നൊരിക്കുക വേണ്ടമായിട്ട് ആക്കിയ പോത്തെ കുറെ സമ്പ്രദായ അല്ലാത്ത വേറൊന്നുമല്ല സ്വലാത്തിന്റെ പേരുള്ള ഒരു കച്ചവടമില്ല സഹോദരന്മാരെ സ്വലാത്ത് പാർസലാക്കുമ്പോൾ ഒരു കമ്മിറ്റിയുടെ ആവശ്യകതയില്ല ഇത് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നത് വകുല്ലു ളലാലത്തിൻ ഫിന്നാർ നരകത്തു കൊമ്പ് എത്തുപാട്ട് ചൊല്ലുന്നത് പുതിയത് നൂതനമായത് സഹോദരന്മാരെ ഭാരി ജാഗ്രത ആക്കണായതൈത്തിക്കറ് ഇനി എതിരൊട്ടിക്കുമേ ഇനിയൊന്നും നരകത്ത് പോകേണ്ട വിഷയത്തിക്കുന്ന സഹോദരന്മാരെ എൻ്റെ പുതിയ പുതിയ ബുദ്ധിജീവിയും ചൊന്തു ബുദ്ധിയില്ലാത്ത പോലത്തെ കുറെ മൂർഖന്മാർ വന്നോന്തുള്ളാറ് അങ്ങ് ഇതിരെ കാണ്ടി തെല്ലി എക്സ്ട്രീം ആയിട്ട് യാറ ഓവർ പോയാ അങ്ങ് ഹദീസ് തലക്ക് പോണ്ടില്ല അങ്ങ് ഖുർആൻ റായത്ത് അങ്ങനെ അക്കലിക്ക് പോകണ്ടു താങ്കി എടുക്കാർ അങ്ങനെ അക്കല് പോയില്ലെന്ന് താങ്കി അങ്ങ് തിരസ്കരിക്കാർ ആയെങ്കും ചൊല്ലാർ ഞങ്ങൾ നിങ്ങളൊട്ടിക്ക് മുല്ല മുസ്ലിം ഇങ്ങോട്ടുമുള്ള ഒരുപാട് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന പോലത്തെ സിഹറിന്റെ ഹദീസ് ആവട്ടു അതുപോലെ കണ്ണർ ദൃഷ്ടിയുടെ ഹദീസ് ആവട്ടു അതുപോലെ ഒരുപാട് അജുവ കാരക്കയുടെ വിഷയത്തിലാവട്ടു വേറെ എന്തെല്ലാം അങ്ങനെ അക്കലിക്ക് പോകണ്ടില്ല ചൊന്തുള്ള ഒരു കാരണത്തിൽ അങ്ങ് ഹദീസിനെ നിഷേധിച്ചോന്തുള്ളാറ് സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഖുർആന്റെ ആയത്തിന്റെ സമയത്ത് ദുർവ്യാഖ്യാനാക്കിയോന്തുള്ള പോലത്തെ ആളുമാറുള്ളാർ അങ്ങും ചൊല്ലുന്നത് ഞങ്ങൾ അഹ്ലുൽ ഖുർആൻ ചൊല്ലുന്നത് ഹഖീഖത്തിൽ അഹ്ലുൽ ഖുർആൻ അല്ല സഹോദരന്മാരെ ശൈത്താന്റെ ആളുമാറായി തിക്രാറ് ചൊല്ലുന്നത് ഞങ്ങൾ മനസ്സിലാക്കണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പറഞ്ഞ പൽക്കത്തെ നിഷേധിക്കുന്നതായെങ്കിൽ അവൻ എന്ത് മുസ്ലിമായിട്ട് ബാക്കിയാവറാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ആയത്തിനെ നിഷേധിക്കുന്നതായെങ്കിൽ അവൻ എന്ത് മുസ്ലിമായിട്ട് ബാക്കിയാവല്ല സഹോദരന്മാരെ അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം ആ വിഷയത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നതുപോലെ വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ നരകത്തിൽ അവരാർ അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തിനെ കളവാക്കരെ നിഷേധിക്കരെ പോലത്തെ ആളുമാരെ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഇപ്പോ നോക്കൂ ഉസ്താദ്മാർ മൈക്ക് കേട്ടിട്ട് അജ്മീർ ഖ്വാജ ഈ ഇന്ത്യത്തേക്ക് വന്ന റസൂലായിത്തിക്ക് ചൊന്നു നബി ചൊന്നു ചൊല്ലുന്ന പോലത്തെ ഉസ്താദ്മാർ അങ്ങ് അനുയായിമാറായിട്ടുള്ള കുറെ ആളുമാർ അത് സ്വീകരിക്കുന്ന പോലത്തെ ആളുമാർ ലോക നിയന്ത്രണാക്കുന്നത് മടവൂർ ഷേഖ് ചൊന്ന് ചൊല്ലുമ്പോൾ തക്ബീർ വിളിക്കുന്ന ആളുമാറുള്ള സഹോദരന്മാരെ എന്തൊരു ജഹാലത്തൈത്തിക്ക് അല്ലാഹുവിന്റെ പേരിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലും കലോവുരെ പ്രചാരാക്കുന്ന പോലത്തെ ആളുമാർ ബുർദത്തിൽ കാണാ ഈ ദുനിയാവിലും എല്ലാം നിങ്ങളെ ഔദാര്യത്തെ കാരണത്തിലെത്തിക്കുന്ന നബിയെ നിങ്ങൾക്ക് ലൗഹുൽ മഹ്ഫൂദിലും ഖലമുരം എല്ലാം ഇൽമു നിങ്ങുണ്ടു ചൊന്നു കലവൈത്തിക്കർ അല്ലാഹുവിന്റെ പേരിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലും കലവ് ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു
ഓക്കെ ബാങ്കാമുനി പാട്ട് ഇൻഷാ അല്ലാഹ് ബാങ്കാമൊന്നും നെനപ്പാക്കറല്ലേ അല്ലാഹ് ഖൈറാക്കട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഇന്ന കദിബൻ അലയ്യ ലൈസ കകദിബി അലാ അഹദ്. നന്റെ പേരിൽ കളവ് ചൊല്ലുന്നത് നിങ്ങളെ കൂട്ടത്തിൽ വേറെ ആരെ പേരിൽ കളവ് ചൊന്നതുപോലെ അല്ല. മുസ്ലിയാക്കന്മാർ ജാഗ്രത ആക്കണു, ആൾമാർ ജാഗ്രത ആക്കണു. ഒട്രാസ് എന്തിൽ ദീൻ വിഷയത്തിൽ വലിച്ചു ചൊല്ലുന്നതല്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് നന്റെ പേരിൽ ആറായം കൊടുത്ത മനഃപൂർവ്വക കളവ് ചൊല്ലാണ് തായെങ്കിൽ നരകത്തിൽ ഒരു സീറ്റ് അവನು റിസർവ് ആക്കിത്ത് വെക്കട്ടെ ചൊല്ലുന്നത്. സഹോദരന്മാരെ, ഈ എല്ലാ ഫിത്തനങ്ങും ഈ ഭൂമിയുടെ മേലുണ്ട്. എല്ലാ നമ്മത്തെ ഫിത്തനങ്ങ അതല്ലാത്ത വേറെ ഷഹവാത്ത് വേറെ ഒരുപാടുണ്ട്. ഞങ്ങൾ ഡ്രഗ്സിൻ്റെ വിഷയത്തിൽ കേട്ട അതുപോലെ ബാലക്കാർമാരെ പ്രീതി പ്രേമ ഈ വയസ്സിൽ അങ്ങനത്തെ ഒരു സീക്ക് വേറെ ഉണ്ട്. അന്യ പെണ്ണരെ നോക്കുന്നതും അത് വ്യഭിചാരമായിട്ട് അങ്ങനെ പോകേണ്ടതും ഒരുപാട് കാണാൻ സാധ്യം. അതുപോലെ സഹോദരന്മാരെ, ആൾമാർ അങ്ങനെ ടൈമിലെ അങ്ങനെ ആയുസ് ഒരു ബലമില്ലാത്ത ഒരു അർത്ഥമില്ലാത്ത ജാനുവാറിനെ കാണ്ടി കടയത്ത് ജീവിക്കുന്ന പോലത്തെ ആളുമാറുള്ള ദുനിയാവരെ മോഹത്തിന് പെൺമയത്ത് ഫിൽമും സീരിയലും ഇങ്ങനെ ഷഹവാത്തിനെ പേരുള്ള ഒരുപാട് അതെല്ലാം എന്നിത്ത് കണക്കാക്കാൻ സാധ്യതയില്ല. അത് ಬೇರೆ ಬೇರೆ ചാപ്റ്റർ ആയി തിക്കും നിങ്ങൾ ഖുതുബത്തിൽ കേട്ട് തിക്കുവാർ. സഹോദരന്മാരെ, ഇതെല്ലാം ഒരുപാട് ഈ കച്ചറത്തെ നടുവിൽ ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾ സിറാത്തെ മുസ്തഖീമിൽ എൻഡ് തോലെത്തും. ഞങ്ങളെ ഫാമിലി മക്കും ആരെ കാരണത്തിൽ ഞങ്ങൾ സോത്തു പോകാൻ ചൊല്ലുക സാധ്യമില്ല. സഹോദരന്മാരെ, ആരെ കാരണത്തിൽ ആരെ കൊസിപ്പെടുത്തു കഴിഞ്ഞ് ഞങ്ങൾ സോത്തു പോകാൻ ചൊല്ലോ സാധ്യമില്ല. ഇങ്ങനത്തെ എല്ലാ ഫിത്നങ്ങും ഞങ്ങൾ ചുറ്റുപാടിൽ ചിലപ്പോഴും ഞങ്ങൾ ട്രാവൽ ആക്കുമ്പോൾ കിട്ടും. ഹദീസ് നിഷേധിക്കുന്ന പോലത്തെ ആൾമാർ കിട്ടും, അല്ലെങ്കിൽ ഖുറാഫാത്തിന് ആൾമാർ കിട്ടും. അങ്ങനെ പൽക്കം അങ്ങനെ ശൈലി ചിലപ്പോൾ അട്രാക്ട് ആയിട്ട് പോകും. ദീനുലുള്ള ഒരു സംബന്ധം എത്തിക്കുന്ന സഹോദരന്മാരെ, ദീന് ചൊല്ലറ ഒന്നൈത്തിക്കറ് അതിലുള്ള ഒരു കൂട്ടുകെട്ട് ഒരു ബന്ധം എത്തിക്കറ് ഞങ്ങളെ മക്കളെ ദീനിയായ ഒരു ചൗക്കട്ടുള്ള ബൽത്തോന്നു. അതിಗೆ ಮೇನ್ಮೈತುಲಿ ಸಂವಿಧಾನ ಸಿಆರ್ ഖുർആനും സുന്നത്തിനെ പഠിപ്പാട്ട പോലത്തെ എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഞങ്ങൾ എല്ലാത്ത കാര്യത്തെ ഞങ്ങൾ എന്തെല്ലാം മക്കൾക്ക് കൊടുക്കുക.
എന്തെല്ലാം രൂപത്തിൽ അങ്ങനെ കൊസിയാക്കോ പ്രയത്നം ഇട അതൊരു ഗാണ്ടി വലിയതായിത്തിക്കർ ഞങ്ങൾ കൊടുക്കുന്ന കൊസി അങ്ങ് നാല് സ്വർഗത്ത് പോയിട്ട് എത്തോന്നു ചൊല്ലത് നന്റെ മക്കളെ കാണുന്ന പരാജയത്തിലാവോ തീരാൻ ചൊല്ലതായിത്തിക്കർ അങ്ങനെ ഖുർആനും ഹദീസ് പഠിപ്പാട്ടതായ സെന്റർക്കും അത് ജാഗയ്ക്കും എത്തുപാട്ടത് കർത്തത് അത് പഠിപ്പാട്ടത് അത് അനിവാര്യമായിട്ടിരിക്കുന്ന സഹോദരന്മാരെ അല്ലേ എന്തായ ഞങ്ങൾ ലോസ് ആവാൻ ഞങ്ങൾ മക്കൾ ഞങ്ങൾ ലോസ് തെറുകൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നതുപോലെ കുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ നബിയെ ചൊല്ലൂർ നബിയെ ഇന്നൽ ഖാസിരീന ഖണ്ഡിതമായിട്ടു ലോസുല്ലങ്ങ ആരു ചൊന്നെന്തായെങ്കിൽ അല്ലദീന ഖസിറു അൻഫുസഹും അങ്ങനെ സ്വന്തത്തിക്ക് നഷ്ടത്തിക്ക് വന്നിട്ടാറ് വ അഹ്ലീഹിം അങ്ങനെ മക്കളെ കുടുംബത്തെയും അങ്ങനെ നരക ഇന്ധനാക്കി വെൽത്തിയൊന്നുള്ളാറ് അല്ലാ ആ ഒരു അവസ്ഥയെത്തിക്കറി ഉണ്ട് ഞങ്ങളെ കണ്ടോന്നുള്ളത് യൗമൽ ഖിയാമത്തിൽ അങ്ങ സ്വന്ത നഷ്ടത്തിൽ നരകത്തെ ഇന്ധനാവുറാറ് അങ്ങനെ കുടുംബത്തെ നരകത്തെ ഇന്ധനാക്കാറ് അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ മനസ്സിലാക്കൊരു വ്യക്തമായ നഷ്ടയെത്തിക്കറി അതും ചൊല്ലുന്നത് സഹോദരന്മാരെ നരകത്തെ വിഷയം ചൊല്ലുന്നതായെങ്കിൽ അത് ഭയാനകമായിത്തിക്കറ് ആ നരകത്തെ ചൂടും ചൊന്നെന്തായെങ്കിൽ എന്റെ സൂര്യൻ അങ്ങനെ എത്രമാ ആയിരക്കണക്കിൽ കിലോമീറ്റർ മേലുള്ള സൂര്യത്തെ ചൂടേ നമുക്ക് തടയൊക്കെ സാധ്യമാവില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് നാറുക്കും നിങ്ങ ദുനിയാവിൽ കത്തുപാട്ട തീ ഉണ്ടല്ലേ ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നം ജഹന്നമരെ എൽവ ഓദിൽ വെച്ചിട്ടുള്ളേ ഒരു ഓദി മാത്രമേ തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക കേട്ടെ സ്വഹാബത്ത് ചൊന്നാറ് ഈ തീയെ മയ്യാവല്ലേ ഇതേ ചൂട് നമുക്ക് തടയൊക്കെ സാധ്യമാവില്ല എന്ന് ചൊല്ലുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഇതിരെ ഗാണ്ടി 60 ഒലിമ്പോ ഇരട്ടിപ്പട്ട് യാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്രാനു ചൊല്ലുന്നതായിത്തിക്കറ് ആ നരകത്തെ ഭയാനകത്തെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടിത്ത് അവിടെ ഉള്ള പോലത്തെ വസ്ത്ര ആ ആളുമാർക്ക് മുജ്രിമായ ആളുമാർക്ക് അല്ലാഹുവിനെ ധിക്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ആദർശ പ്രകാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഇത്തിബാ ആക്കാത്ത ജീവിച്ച പോലത്തെ ആളുമാർക്ക് അങ്ക അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ നരകത്തെ വസ്ത്രത്തിക്ക് അങ്ക കൊടുക്കുക പോണ്ടത് യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം ഹമീം അങ്ങനെ തലരെ മേല് പയക്ക തന്നിരെ തിക്കറി ബീത്തൊക്കെ പോണ്ടേ യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് ആ തന്നി ബീത്തുമത്തുകു അങ്ങനെ ശരീരം അങ്ങനെ ബൈത്തുൽ ഉൽഗുല്ലതും അങ്ങനെ തോലുകളെല്ലാം കറകി പോണ്ടേ പോലത്തെ ഒരു അവസ്ഥരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ വിശദീകരിക്കുകയാണ് അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുறாണ് ഇന്നല്ലദീന കഫറു ബിആയാതിനാ ഖണ്ഡിതമായിട്ട് നന്റെ ആയത്തിനെ നിഷേധിക്കുന്ന പോലത്തെ ആളുമാര് സൗഫ നുസ്ലീഹിം നാറാ അങ്ങ ഇതാ ഇനി മുന്നോൽക്ക് അങ്ങ നരകത്തിക്ക് എൻട്രി ആവുറാറ് കുല്ലമാ നദിജത് ജുലൂദുഹും അങ്ങനെ തോലുകളെല്ലാം ബെന്ത് കത്തി തീന്നത് പോലെ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ അങ്ക ശരീരത്തിക്ക് വേറെ തോലരെ ഇട്ട് കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നതായിത്തിക്കറ് കുല്ലമാ നദിജത് ജുലൂദുഹും അങ്ങനെ തോലുകളെല്ലാം ബെന്ത് തീന്നത് പോലെ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ അങ്ക വേറെ തോലരെ ഇട്ട് കൊടുക്കുക ലിയദൂകുൽ അദാബ് അദാബിനെ ആസ്വദിക്കുക വേണ്ടി ചൊത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ഒന്നര പെറോൽ അദാബ് ദുനിയാവുലു എന്ത് അദാബ് എന്ത് കഷ്ടപ്പാട് വന്നെന്തായെങ്കിലും ഒരു റൂഹ് പോവലോട് കൂടി അത് തീന്ത് സഹോദര യഥാർത്ഥമായ ജീവിതം തുടങ്ങൂ അതിൽ പിന്നെ സ്റ്റാർട്ട് ആവരുത് അതിൽ ഖാലിദീന ഫീഹാ നരകത്തെ വിഷയത്തിൽ ചൊന്നത് സ്വർഗത്തിലായെങ്കിലും ഖാലിദീന ഫീഹാ എന്തിനൈത്തിക്കറ് തെരഞ്ഞെടുക്കുന്ന സഹോദര അത് ഈ ജീവന സാക്ഷി ഞങ്ങളെ ജീവന അതിಗೆ ಸಾಕ್ಷಿ ಐತಿಕ್ರಿ ഞങ്ങളെ അവസ്ഥ എങ്ങനുണ്ടു ഞങ്ങളെ ಆಗು ಹೋಗು ಎങ്ങನುಂಡು ഞങ്ങളെ ಲೇಣದೇನ ಎങ്ങനുಂಡು ഞങ്ങളെ ಕ್ರಯ ವಿಕ್ರಯ ഞങ്ങൾ ಎಂದ್ರ ಐತಿಕ್ರಿ ഞങ്ങളെ ಬೈತಿಗೆ ತಿಂಡೋಂತುಲ್ಲದು ഞങ്ങളെ പെഞ്ഞൈ മക്കൾക്ക് ಎಂದ್ರ ತಿನ್ನುವಾಟಿ ಅಂತುಲ್ಲದು ചൊല്ലறது നോക്കണായതൈതിക്രി നരകത്തിലുള്ള അദാബ് സഹോദരന്മാരെ ആ അദാബിന്റെ വിഷയത്തിൽ പേടിച്ചോ ഇന്നങ്ങൈതിക്രി സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൈത്തി ചൊന്നെ യാ ഫാത്തിമ നരകത്തിൽ നിന്നിട്ട് നീ നിന്റെ സ്വന്തത്തെ രക്ഷപ്പെടുത്ത് നിന്റെ അപ്പക്ക് നിന്നെ രക്ഷപ്പെടുത്തുക സാധ്യമല്ല ആ നരകത്തിൽ കൊടുക്കുന്ന പോലത്തെ തന്നി മാഅൻ ഹമീമ പയക്ക തന്നെ തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് അത് കുടിക്കുമ്പോൾ അങ്ങനെ കർലല്ല കട്ടുകട്ടായിട്ട് പോണ്ടതായിത്തിക്കറ് ഇനി ഒരു ജാഗ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് സൂറ ഇബ്രാഹിമിലു വയുസ്ഖാ മിൻ മാഇൻ സദീദ് നരകത്തെ ആളുമാരെ അങ്ങനെ തോലിനിട്ട് ബണ്ട പോലത്തെ ചീയും ചോരരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പയക്ക പാനിയായിട്ട് കുടിക്കുക ആവാതെ പോലത്തെ ദുർഗന്ധത്തിൽ കൂടിയ പോലത്തെ ആ പാനിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിപ്പാട്ടുമ്പോൾ യതജറഉഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് അവನು
കുടിക്കുവാന് വലാ യകാദു യുസീഗുഹു അവനുക്ക് കുടിക്കുക ആവില്ല വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ എല്ലാ നാനാ ഭാഗത്തിലും മൗത്ത് അവനെ ആവർത്തിക്കറ് ഇപ്പ ഞാൻ മരിക്കാൻ ചൊത്ത അവനുക്ക് ഫീൽ ആവറു വമാ ഹുവ ബിമയ്യിത് ആയിങ്ങോ അവൻ മരിക്കില്ല വമിൻ വറാഇഹി അദാബുൻ ഗദീർ അതിനെ പെറൗലെ ശിക്ഷ എത്തിക്കറ് സഹോദരന്മാരെ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറ വല്ലദീന കഫറു ആ നരകത്തിൽ വെച്ചിട്ട് നിഷേധിയായ ആളുമാർ ഈ കിട്ടിയ പോലത്തെ ഒരു അവകാശ സഹോദരന്മാരെ ഞങ്ങളെ ഓരോരോ നാല് കഴിഞ്ഞു പോണ്ടല്ലേ ഇതാ ഈ നാല് കഴിഞ്ഞു പോയെങ്കിൽ ഈ നാല് എന്ത് അമലാക്കിറാൻ ചൊല്ലത് ഞങ്ങളെ മലക്കുമാർ എഴുതി വെച്ചിരാ റെക്കോർഡാക്കി വെച്ചിരാറ് നാലേക്ക് ഞങ്ങളെ ഖിയാമത്ത് നാൾ വൈത്യൽ പിന്നെ ഇഖ്റാ കിതാബക് നിന്റെ ഗ്രന്ഥത്തെ നീ ഓതു കഫാ ബിനഫ്സിക യൗമ ഹസീബ നിന്റെ വിചാരണക്ക് നീ മാത്രമേ മയ്യാവും ചൊല്ലുല്ലേ ഒരു ചൊൽത്തു നമുക്ക് കേൾക്കൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ ജാഗ്രത കൊണ്ട് ഞങ്ങൾ സ്വന്തത്തെ ഈ ഭൂമിയുടെ മേൽ ഐഹിക ജീവിതത്തിൽ മേത്ത് എന്തായെങ്കിൽ ഒരു പണി വന്നെങ്കിൽ എന്താ ഒരു ചെറിയ സീക്ക് വന്നെങ്കിൽ ആ പ്രയാസത്തെ ഷിഫത്ത് മേത്ത് എവിടെ ഓടിപ്പോണ്ട ആയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ മാരകമായിട്ടുള്ള ഷിർക്കും കുഫ്റും മാസിയത്തും നൊറഞ്ഞുത്തുള്ള പോലത്തെ ഒരു ജീവിതം ഇക്കുമ്പോഴത്തേക്കും അതിക്ക് സൊല്യൂഷനുക്ക് മേത്ത് ഞങ്ങൾ ദീനിയായ ഒരു അവസ്ഥയിൽ ഞങ്ങൾ സജീവമായിട്ട് ഇല്ല സഹോദരന്മാരെ ഞങ്ങളെ കച്ചവട ഞങ്ങൾ എന്തായാലും ദുനിയാവുടെ ഭൗതികമായ മങ്ങിലും ഫംഗ്ഷനും അതും ഇതും ചൊന്തു ഞങ്ങൾ ദീനിയായ കാര്യത്തെ നെഗ്ലക്റ്റ് ആക്കി ഒത്തുള്ള ആയെങ്കും ഞങ്ങൾ മറന്നെന്തായെങ്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മറന്നിട്ടില്ല എന്ന് ചൊല്ലത് മനസ്സിലാക്കിയിട്ട് വയ്ക്കോണു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറ ആ നരകത്തിൽ വെച്ചിട്ട് സത്യനിഷേധിയായ ആളുമാർക്ക് അങ്കൈത്തിക്കര നരകമുള്ളത് ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു അതിൽ അങ്ക് മൗത്തും ചൊല്ലത് ഒന്നില്ല വലാ യുഖഫഫ അൻഹും മിൻ അദാബിഹാ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് ഒരു കൊറോടി അവരെ ചൊന്തുമില്ല കദാലിക അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് കദാലിക നജ്സി കുല്ല കഫൂർ ഇങ്ങനെ തിക്കർനക പ്രതിഫല എല്ലാ നിഷേധിയായ ആളുമാർ കൊടുക്കുന്നത് വഹും യസ്തരിഖൂന ഫീഹാ ആ നരകത്തിൽ വെച്ചിട്ട് അങ്ങ് അട്ടഹസിക്രാർ എന്തിനെ റബ്ബനാ അഖ്രിജ്നാ അല്ലാഹ് ഞങ്ങളെ റബ്ബേ ഒന്ന് നീ പറത്തേട അല്ലാഹ് നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ സാലിഹായ അമൽ എന്തിനാ ചൊല്ലുന്നത് നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ ദുനിയാവിൽ ആക്കാന്ത് ബാക്കി വെച്ച് അമലാക്കിയിട്ട് യാ അല്ലാഹ് ഞങ്ങൾ പറത്ത് വേണ്ട ചൊല്ലുമ്പോൾ അല്ലാഹു കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സഹോദര ഈ ആയുസ്സിനെ വിഷയത്തിൽ കേൾക്കുന്നത് അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ ആലോചനാക്കും മനസ്സിലാക്കുകൂലേ ആയുസ്സിനെ നാനിക്ക് തന്നില്ലേ നിക്ക് താക്കീത് തണ്ടങ്ങ വന്നാറ് ഇനി ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ ആ അക്രമിയായ ആൾക്ക് ഒരു സഹായത്തും ഒരാളും കിട്ടില്ല ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലതൈതിക്കറ് ആ നരകത്തിൽ വെച്ചിട്ട് ആളുമാർ അങ്ങ നരകത്തെ കാവൽകാർമാരെ വിളിച്ചിട്ട് ചൊല്ലറ പൽക്കൊണ്ടു ഉദു റബ്ബക്കും യുഖഫഫ് അല്ലാഹ് അങ്ങ ചൊല്ലറ നിങ്ങളെ റബ്ബുരൊട്ടി ഒന്ന് ദുആ കൊറു മലക്കുമാരൊട്ടി ചൊല്ലറത് ഉദു റബ്ബക്കും യുഖഫഫ് അന്നാ യൗമൻ മിനൽ അദാബ് ഒരു നാൾക്ക് ശിക്ഷ ഒന്ന് കൊറോടിയാക്കുവായിട്ട് നിങ്ങൾ ദുആർ കൊറു അപ്പൊ ആ മലക്കുമാർ കേൾക്കാറ് ഖാലു അവലം തകും തഅതികും റുസുലുകും ബിൽ ബയ്യിനാത്ത് വ്യക്തമായ നിദർശനത്തോട് കൂടിയിട്ട് വ്യക്തമായ പുരാവമായിട്ട് നിങ്ങളൊട്ടിಗೆ റസൂൽമാർ വന്നില്ലേ അപ്പൊ അല്ലാഹു ചൊല്ലുന്നത് ഖാലു ബല വന്നറാറ് ചൊല്ലുന്നത് ഇതിക്കറ് ഖാല ഫദ്ഉ ഇനി നിങ്ങമേ ദുആർ കൊറു നിങ്ങമേ ആവശ്യപ്പെടറു വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ കാഫിരീങ്ങളെ ദുആ പ്രാർത്ഥന തെറുതപ്പിയതല്ല എന്ന് വേറെന്തും അല്ല ചൊല്ലതൈതിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടത് അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുഖ്റുഫിൽ ചൊല്ലാണ് വനാദൗ യാ മാലിക് ആലുമാർ ബിൽ ചൊല്ലാണ് നരകത്തെ കാക്കരെ മലക്കുമാരെ നേതാവായിത്തുല്ലേ മാലിക് അലൈഹിസ്സലാം ബിൽ ചൊല്ലാണ് വനാദൗ യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക് നിങ്ങളെ റബ്ബുരൊട്ടി ഒന്ന് ചൊന്തു ഞങ്ങളൊന്ന് മരിപ്പാട്ടൊക്കെ ചൊല്ലോറും എന്തിട്ട് സഹോദര ചൊല്ലത് മരിപ്പാട്ടി തൊന്ന് കിട്ടോക്കൂ അങ്ങനെ ദുആർക്കാർ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലറെ മകഥ അൽഫ സന 1000 വർഷം അങ്ങനെ ദുആർക്കാർ വനാദോ യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക് അങ്ങനെ കേട്ടെന്താ പിന്നെ മാലിക് അലൈഹിസ്സലാം തിരിഞ്ഞു ചൊല്ലറെ ഖാല ഇന്നകും മാകിസു നിങ്ങൾ ഉടമെ ദൈക്കോല്ല സഹോദര ഇത്
1 2 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടത് നരകത്തെ വിഷയത്ത് ഭയാനകമായി തിക്കുന്ന സഹോദരന്മാർ ഈ ആൾമാർ എന്തിനെ വിചാരിച്ചിരാറ് ഇസ്ത്രി പെട്ടിയുടെ തീരെ തൊട്ടെങ്കിൽ തടയോഗു സാധ്യമല്ല എന്തിനെന്ത് വിചാരിച്ചിര സഹോദരന്മാർ അങ്ങനത്തെ ഷിർക്കും കുഫറും ഒരു ടെൻഷനും ഇല്ലാത്ത ഇത് ഹദീസിനെ നിഷേധിക്കുന്നത് വേറെ അതുപോലെ വസീലാൻ ചൊന്തുള്ള പേരിലും മഹാത്മാക്കന്മാരെ പീർസാൻ ചൊന്തുള്ള പേരിലും എന്തെന്ത് നേർച്ചും വൈവാട്ടും അതും ഇതും എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ജീവിക്കരെ എങ്ങനെ വേണമെങ്കിൽ ആവട്ടു എങ്ങനെ ബഹുദേവ വിശ്വാസികൾ ജീവിക്കാറ് അങ്ങനെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതുപോലെ യഹൂദി നസാറാക്കന്മാരെ ചാനായിട്ട് മുളത്ത് ഫോളോ ആക്കുന്ന പോലത്തെ ഒരു അവസ്ഥ മങ്ങില എന്തിനെ ಗೊಂತಿಲ್ಲ എല്ലാ വിഷയത്തിലും കംപ്ലീറ്റ് പരിധി വിട്ടുള്ള ഒരു ജീവിത അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ النفس عن الهوى فإن الجنة هي المأوى അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോലു നിക്രെ പോലത്തെ ആ മഖാമനെ പേടിച്ചിട്ട് ആരോർത്താവുന്റെ ദേഹച്ചരെ പിടിച്ച് നിപ്പാട്ടാന ಅವನು ಕೈತಿಕ್ಕರು ಫೈನಲ್ ಜನ್ನತ ಹಿಯಲ್ ಮಅವಾ ಅವನು ಕೈತಿಕ್ಕರು ಸ್ವರ್ಗ ಸಹೋದರന്മാരെ ದೇಹೇಚ್ಛಗೆ പോലെ ബിയന്മായ പോലെ ജീവിക്കുള്ളതല്ല ഈ ഇസ്ലാം ദീൻ ചൊന്നതായെങ്കിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തറ ശുക്റാക്കോണു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് നങ്ങ ആയത്ത് എല്ലാ ജുമാഅത്തുൽ കേൾക്കുന്നത് ഈമാനുള്ള അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കോരു മുസ്ലിമായ രീതിയിൽ അല്ലാഹ് നിങ്ങൾ മരിച്ചു പോണ തീര മുസ്ലിമായ രീതിയിലല്ല നിങ്ങൾ മൗത്ത് പറയാൻ അപ്പൊ അങ്ങനെ മൗത്ത് പറയൂ തീരെ സഹോദരന്മാരെ അള്ളാഹു ഞങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതുപോലെ ഞങ്ങൾക്ക് കിട്ടിയത് എത്ര ആൾമാർ മുസ്ലിമായിട്ടും ഷിർക്കിലും കുഫറിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദൈക്കോക്കും ഈമാന്റെ വിഷയം കേട്ടോക്കും സഹോദരന്മാരെ ഇനി ഞങ്ങളെ ജീവിതത്തിൽ ഒരു അജണ്ട വേണം ഒരു തയ്യാർ ഒരു പ്ലാനിങ് ഞങ്ങളെ വേണം ഞങ്ങൾ എന്തൊരു ആഖിറത്തുക്ക് വേണ്ടി വിജയത്തുക്ക് വേണ്ടി ഞങ്ങൾ എന്തിനാക്കണം ഞങ്ങളെ പെഞ്ഞയും മക്കം ആരും നരകത്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും തീര സഹോദരന്മാരെ അതുകൊണ്ട് നാനന്റെ വിഷയത്തെ കൂടെ ഉണ്ടാക്കിற അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും എല്ലാവിധ ചെറിയതും വലിയതും പോൽമാനത്തെ വെളിച്ചത്തിലും ജാമത്തെ ചിമ്മേലും വന്ന എല്ലാ ദോഷത്തെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാഫാക്കി താ അല്ലാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ ഞങ്ങളെല്ലാവരും നീ ഇഷ്ടപ്പെട്ട നിന്റെ സ്വാലിയായ ദാസന്മാരെ കൂട്ടത്തിൽ ദാസിമാരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക അല്ലാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ ഖുർആനും സുന്നത്തും പഠിച്ചിട്ട് വലിയവരെ പോലത്തെ നാലാളുമാർക്ക് ദീനിന്റെ വിഷയം എത്തുപാട്ടരെ പോലത്തെ മുത്തഖിയായ സ്വാലിഹായ ഞങ്ങൾ മർച്ചന്തായ ഞങ്ങൾക്ക് പെൺമൈത്ത് മഗ്ഫിറത്തുക്ക് ദുആർക്കറെ പോലത്തെ മക്കാക്കി തീർക്കുക അല്ലാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ മരിച്ചുപോയ ആളുമാരെ ബർസഖിയായ ജീവിതം അല്ലാഹുവേ വെളിച്ചത്തിലാക്കുക അല്ലാഹ് അതുപോലെ ഞങ്ങളെ ഫിലിസ്തീനിലെ സഹോദരന്മാർ ഒരുപാട് ആളുമാർ മരിച്ചുപോയിരാർ അല്ലാഹുവേ അങ്ങനെ ബർസഖിയായ ജീവിതം വെളിച്ചത്തിലാക്കുക അല്ലാഹ് ഞങ്ങളും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലുള്ള സ്വർഗ്ഗത്തിൽ ഒന്നാക്കി കൂട്ടുക അല്ലാഹ് ഒരുപാട് ആളുമാർ രോഗശമനത്തിന് പെൺമൈത്ത് വസിയത്താക്കിയുള്ളാർ അല്ലാഹുവേ അങ്ങനെ രോഗത്തെല്ലാം നീ ഷിഫാക്കി കൂടെ അല്ലാഹ് ഷാഫിയായ അല്ലാഹുവേ എല്ലാവരും എല്ലാവിധ ശാരീരികവും മാനസികമായിട്ടുള്ള രോഗത്തെ അല്ലാഹുവേ നീ അറിഞ്ഞു ഉണൈത്തിക്കറ അല്ലാഹ് എല്ലാവരും എല്ലാവിധത്തിലും ഷിഫാക്ക അല്ലാഹ് ഞങ്ങളെ സഹോദരന്മാർ ഫിലിസ്തീനിലുള്ള സഹോദരന്മാർക്കും അങ്കും നീ പരിപൂർണമായ ഷിഫ കൊടുത്ത് അനുഗ്രഹിക്കുക അല്ലാഹ് അങ്ങനെ റിസ്കിൽ വിശാലത്തെ കൂടെ അല്ലാഹ് ഇസ്ലാമിനെ തകർക്കരുതായ എല്ലാവിധ കാഫിരിങ്ങളെ ഷഡ്യന്ത്രത്തെയും കുതന്ത്രത്തെയും അല്ലാഹുവേ നീ പരാജയത്തിലാക്കുക അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെല്ലാവരും നീ ഇസ്സത്തിലാക്കുക അല്ലാഹ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين ಶಾಕಿರುಲ್ಲಾಲ್ರವರಿಗೆ ಜಜಾಕುಮುಲ್ಲಾಹು ಖೈರ್. ಇದೀಗ ತೌಹೀದ್ ಮತ್ತು ಶಿರ್ಕ್ ಎಂಬ ವಿಷಯದಲ್ಲಿ ಹಮ್ಜಾ ಶಾಕಿರ್ ಅಲ್ ಹಿಕಮಿಯವರಿಂದ ಉಪನ್ಯಾಸ. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا
من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള സ്നേഹിതന്മാരെ, പ്രിയപ്പെട്ട ജനങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ മതം, ഇസ്ലാമിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഈ ഒരു കൊച്ചു സംഘം നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഗൗരവപൂർവം സൂചിപ്പിക്കാനും ഉണർത്താനും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ ഒരവസരം എന്ന നിലക്ക് പല നാട്ടിലും ചെല്ലുന്നത് പോലെ നിങ്ങളുടെ ഈ പ്രദേശത്തും വന്നിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ ദീനായ പരിശുദ്ധ ഇസ്ലാം അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ദീനായി എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. ദീനായി ഇതുവരെ നാം എന്തെല്ലാം ആചരിച്ചിട്ടുണ്ടോ അത് അല്ലാഹു പഠിപ്പിച്ചത് മാത്രമായിരിക്കണം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ജീവിതത്തിൽ നിരന്തരം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് എന്നതൊക്കെ നമ്മുടെ ചെറുപ്പം മുതൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുന്നിടത്ത് നമ്മുടെ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താൻ തീരുമാനിച്ച പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ ഓരോ കാലഘട്ടങ്ങളിലും ലോകത്തേക്ക് പറഞ്ഞയച്ചവരാണ് മനുഷ്യരിൽ ശ്രേഷ്ഠരായ അംബിയാ, പ്രവാചകന്മാർ അലൈഹിമുസ്സലാം. ആ പ്രവാചകന്മാരാണ് സത്യപാത ലോകത്തുള്ള മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത്. ആ പ്രവാചകന്മാരോട് ദീനിന്റെ വിഷയത്തിൽ മുഴുവൻ മനുഷ്യന്മാരും കടപ്പെട്ടിരിക്കുന്നു. നാം നമ്മുടെ പ്രവാചകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുമ്പോൾ പോലും മറ്റുള്ള പ്രവാചകന്മാരോടും നാം കടപ്പെട്ടിരിക്കുന്നു എന്നതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചില പ്രവാചകന്മാരെ അംഗീകരിക്കുകയും മറ്റു പ്രവാചകന്മാരെ തള്ളിക്കളയുകയും ചെയ്യുക എന്നത് ഒരാളുടെ നിലപാടാണെങ്കിൽ അയാൾ മുസ്ലിമല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവും കൊണ്ട് കടന്നു വന്ന സന്ദർഭത്തിൽ അന്നുണ്ടായിരുന്ന ജൂതന്മാർ ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു, അതല്ലാത്തത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങളുടെ പ്രവാചകന്മാരെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, അതിനുശേഷം വന്നവരെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങളുടെ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനുശേഷമുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ നിലപാടായി പഠിപ്പിച്ചിട്ടുള്ളത് അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ആ മുഅ്മിനുകൾ, മുസ്ലിമുകൾ എന്ന് പറയുന്നവരുടെ നിലപാട് നബിയെ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. വമാ ഉൻസില മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും അവർ വിശ്വസിച്ചിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാരോടും അവർ കടപ്പെട്ടിരിക്കുന്നു. അവരെ അവർ വിശ്വസിക്കുകയും ആ പ്രവാചകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഏറെയേറെ സ്നേഹിക്കുകയും ഇസ്ലാമിന്റെ വിഷയത്തിൽ അവരെ ഓർക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഇസ്ലാം നിലനിൽക്കാൻ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. ഈ പ്രവാചകന്മാരുടെ ചരിത്രം ഒരു മുസ്ലിം പഠിക്കുമ്പോൾ, സഹോദരന്മാരെ, ലോകത്ത് ആദ്യമായി കടന്നു വന്ന പ്രവാചകർ എന്ന് പറയുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് വെച്ച് പടച്ചിരിക്കുന്നു. ഭൂമി ലോകത്തേക്ക് അല്ലാഹു മലക്ക് ജിബ്രീലിനെ പറഞ്ഞയക്കുന്നു. ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് വ്യത്യസ്ത ഭാഗത്തു നിന്ന് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള മണ്ണ് ശേഖരിക്കാൻ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് നിർദ്ദേശം കൊടുക്കുന്നു. അല്ലാഹുവിന്റെ കൽപ്പന പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയുടെ വ്യത്യസ്തങ്ങളായ പ്രദേശത്തു നിന്ന് മണ്ണ് ശേഖരിക്കുന്നു. അല്ലാഹു പറഞ്ഞെടുത്തു കൊണ്ടുവെക്കുന്നു. ആ പറയുന്ന മണ്ണിലേക്ക് വെള്ളം ചേർത്തുകൊണ്ട് മനുഷ്യരൂപത്തെ അല്ലാഹു സംവിധാനിക്കുന്നു. അങ്ങനെ അല്ലാഹു അതിലേക്ക് റൂഹിനെ നിക്ഷേപിക്കുന്നു. ആദം എന്ന ആദ്യത്തെ മനുഷ്യനെ അതാ കടന്നു വരുന്നു. ആ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം അദ്ദേഹത്തിന്റെ വാരിയല്ലിൽ നിന്നായിക്കൊണ്ട് ആദ്യത്തെ പെണ്ണിനെ അല്ലാഹു പടക്കുകയാണ്. അതാണ് മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും മാതാവ് അവരാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പിതാവ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ മാതാപിതാക്കളിൽ നിന്ന് വബത്ത മിൻഹുമാ റിജാലൻ കതീറൻ വനിസാഅ, അവരിൽ നിന്ന് അല്ലാഹു ലോകത്ത് ധാരാളം മനുഷ്യന്മാരെ, പുരുഷന്മാരെ, സ്ത്രീകളെ അല്ലാഹു വ്യാപിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഒരു മാതാവില്ലാതെ, പിതാവില്ലാതെ ലോകത്തൊരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദം നബി അലൈഹിസ്സലാമാണ്. അതുപോലെ ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ ജനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹയാണ്. ലോകത്ത് മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിന്റെ അവസ്ഥ പരിശോധിച്ചാൽ 4 തരത്തിലാണ് കാണുന്നതെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ചില മനുഷ്യന്മാര് അവർക്ക് ജനിക്കാൻ അല്ലാഹു ഒരു പുരുഷനെയും വെച്ചിട്ടില്ല, സ്ത്രീയെയും വെച്ചിട്ടില്ല. അങ്ങനെ ലോകത്ത് കടന്നു വന്ന ഏക മനുഷ്യൻ അത് ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബിയുടെ സൃഷ്ടിപ്പിന് ഒരു പുരുഷൻ കാരണക്കാരനല്ല, ഒരു സ്ത്രീയും കാരണക്കാരിയല്ല. അത് കഴിഞ്ഞ് ജനിക്കുന്നത് ഹവ്വ റളിയല്ലാഹു തആല അൻഹയാണ്. അഥവാ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയില്ലാതെ ലോകത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഹവ്വ റളിയല്ലാഹു തആല അൻഹയാണ്. പിന്നീട് ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷനില്ലാതെ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് മാതാവ് മാത്രമേയുള്ളൂ. അദ്ദേഹത്തിന് പറയപ്പെടാവുന്ന ഒരു പിതാവില്ല. അതിനെ സംബന്ധിച്ച് ജൂതന്മാര് പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാം വ്യഭിചാരപുത്രനാണെന്ന് ജൂതന്മാർ ആരോപിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. മുസ്ലിങ്ങളുടെ വിശ്വാസം
പിതാവില്ലാതെ ഒരു മാതാവിൽ നിന്ന് മാത്രം അള്ളാഹുവിന്റെ സൃഷ്ടിയായി കടന്നു വന്നവരാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം. ഈ 3 പേരെയും മാറ്റിവെച്ചാൽ ലോകത്തുള്ള മറ്റ് അനേകം മനുഷ്യന്മാരുണ്ടല്ലോ, മുഴുവൻ മനുഷ്യന്മാരും ജനിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. അങ്ങനെ ഈ മനുഷ്യന്മാരുടെ ചരിത്രം തുടങ്ങുന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാമിലൂടെയാണ്. അദ്ദേഹത്തിന് ധാരാളം പ്രത്യേകതയുണ്ട്. അദ്ദേഹമാണ് അബുൽ ബശരി, മനുഷ്യന്മാരുടെ പിതാവ് മഹാനായ ആദം നബി അലൈഹിസ്സലാമാണ്. അതുപോലെ അവ്വലു നബിയിൻ, ആദ്യത്തെ പ്രവാചകനും ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആദ്യത്തെ മനുഷ്യനാക്കിയതുപോലെ ആദ്യത്തെ പ്രവാചകനാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? ആദം നബിക്ക് അള്ളാഹു വഹി കൊടുക്കുന്നു. ആ വഹി മുഖേന ആദം നബി തന്റെ ജീവിതത്തിൽ ഇബാദത്തുകൾ ശരിപ്പെടുത്തുന്നു. തന്റെ ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു അൻഹക്ക് ദീന് പഠിപ്പിക്കുന്നു. പിന്നീട് കടന്നു വന്ന തന്റെ മക്കൾക്കൊക്കെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. 20 പ്രസവങ്ങളിലായി 40 മക്കൾ ആദം നബിക്കുണ്ടെന്ന് ചരിത്രത്തിൽ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഓരോ പ്രസവത്തിലും ഒരു ആണ് പെണ്ണ് എന്ന നിലക്ക് 20 പ്രസവത്തിലായി കൊണ്ട് 40 മക്കളെ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകുന്നു. ഈ മക്കളിൽ നിന്നാണ് ലോകത്ത് പിന്നീട് സന്താനങ്ങൾ വ്യാപിക്കുന്നത്, മനുഷ്യന്മാര് വ്യാപിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമാണ് അവിടെ നബിയായിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാം വഹി സ്വീകരിക്കുന്നു, ജനങ്ങളെ ദീന് പഠിപ്പിക്കുന്നു. അവിടെ ജനങ്ങൾ മുഴുവനും ആദം നബിയുടെ മക്കളാണ്, ആദം നബി അലൈഹിസ്സലാമിന്റെ കുടുംബങ്ങളാണ്, തന്റെ ആൺമക്കളാണ്, പെൺമക്കളാണ്, ഭാര്യയാണ്. ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ദീന് സ്വീകരിക്കുന്നു. അവരതാ ദീനുൽ ഇസ്ലാം അതനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുപോലെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ ജീവിക്കുന്നു എന്നതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. കാനന്നാസു ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫൂ, ജനങ്ങൾ ഒരൊറ്റ സമുദായം മാത്രമായിരുന്നു. അള്ളാഹു മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് ഒരു സൂചന നൽകുകയാണ്. കാനന്നാസു ഉമ്മതൻ വാഹിദത, മനുഷ്യന്മാര് ഒരൊറ്റ സമുദായം മാത്രമായിരുന്നു. അഥവാ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫഖ്തലഫൂ, പിന്നീട് അവർ ഭിന്നിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്താണ് ആ ആയത്തിന്റെ വിശദീകരണം? ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള അദ്ദേഹത്തിൽ നിന്ന് വഹി സ്വീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ദീന് സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഒരൊറ്റ സമുദായമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? അവരുടെ ജീവിതത്തിൽ ഒരു പാപവും വന്നിട്ടില്ല എന്നായിരുന്നോ അർത്ഥം? ഒരിക്കലുമല്ല. മറിച്ച് നമ്മളൊക്കെ വിശുദ്ധ ഖുർആനിൽ കേട്ടുപഠിച്ചതല്ലേ, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ ചരിത്രത്തെ പഠിച്ചതല്ലേ. ആദം നബിയുടെ 2 മക്കളിൽ ഒരു മകൻ മറ്റൊരുത്തനെ കൊല്ലുന്ന ചരിത്രം സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്മാരിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൊലപാതകമെന്ന മഹാപാതകമുണ്ടല്ലോ, അത് സംഭവിച്ചിട്ടുള്ളത് ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത് തന്നെയാണ്. അങ്ങനെയുള്ള പാതകങ്ങൾ സംഭവിച്ചു എന്നിരിക്കെ തന്നെയും അള്ളാഹു പറയുന്ന മനുഷ്യന്മാരൊക്കെ ഒരൊറ്റ സമുദായമായിരുന്നു. പിന്നീട് അവർ ഭിന്നിക്കുകയാണ് ഉണ്ടായത്. എന്താണ് ഈ ഭിന്നിക്കുക എന്ന് പറഞ്ഞാൽ? അവർ ഈ നിലക്കുള്ള കൊലപാതകം എന്ന പാതകം ചെയ്തിട്ടും അള്ളാഹ് പറയുന്നു പിന്നീട് അവർ ഭിന്നിച്ചു. അപ്പൊ കൊലപാതകം എന്ന പാദം സംഭവിച്ചപ്പോഴും അവിടെ അവരെ സംബന്ധിച്ച് ഭിന്നത എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അതിനും വലിയ ഗൗരവപ്പെട്ട മറ്റെന്തോ സംഭവിച്ചപ്പോഴാണ് ഈ മനുഷ്യന്മാരൊക്കെ ഭിന്നിച്ചു എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. കൊലപാതകം വലിയ അക്രമമാണ്, സംശയമില്ല. അള്ളാഹ് പറഞ്ഞല്ലോ, ലോകത്ത് ഒരാൾ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്ന പോലെയാണ്. വലിയ ഗൗരവപ്പെട്ട പാപമാണ്. അങ്ങനെ ഗൗരവമേറിയ ഒരു പാപമെന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള കൊലപാതകത്തെ പോലും മനുഷ്യ സമുദായത്തിന്റെ ഭിന്നതക്കുള്ള കാരണമായി വെച്ചിട്ടില്ല. അതിനും വലിയ മറ്റെന്തോ സംഭവിച്ചപ്പോഴാണ് ഫഖ്തലഫൂ, അവർക്ക് ഭിന്നത വന്നിരിക്കുന്നു. ഫബഅസല്ലാഹു, അപ്പൊ അവരിലേക്ക് അല്ലാഹു നബിമാരെ പറഞ്ഞയച്ചു എന്ന് പറയുന്നത്.
ആദം നബിയുടെ മകൻ കൊല്ലപ്പെട്ടപ്പോ മറ്റൊരു മകൻ ആദം നബിയെ കൊന്നപ്പോ അവിടെ ആദം നബിയുടെ അലൈഹിസ്സലാമിന് പുറമെ ഒരു നബിയെ അല്ലാഹ് പറഞ്ഞയച്ചിട്ടില്ല. എപ്പോഴാണ് പിന്നീട് ഒരു നബിയെ അല്ലാഹ് അയക്കുന്നത്? പിന്നീട് ഒരു റസൂലിനെ അല്ലാഹ് അയക്കുന്നത്. ആ റസൂലിന് അല്ലാഹ് വേദഗ്രന്ഥം കൊടുക്കുന്നത് അത് ജീവിതത്തിൽ കൊലപാതകത്തിനും അപ്പുറത്തുള്ള ഒരിക്കലും അല്ലാഹ് പൊറുക്കൂല എന്ന് പറഞ്ഞ ഒരു പാപം സംഭവിച്ചപ്പോഴാണ്. ആ പാപം എന്താണ് സഹോദരന്മാരെ? നബിമാരുടെ ചരിത്രം നമ്മൾ കേൾക്കുന്നവരാണല്ലോ. നബിമാരുടെ ചരിത്രം പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ സമുദായത്തിലേക്ക് നാം അയച്ചിരിക്കുന്നു. ഫഖാല, അദ്ദേഹം ആ സമുദായത്തിനോട് പ്രബോധനം ചെയ്തു, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലകും മിൻ ഇലാഹിൻ ഗൈറുഹു. സമുദായമേ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്താണ്. ആദം നബി അലൈഹിസ്സലാമിന് ശേഷം സമുദായം ഭിന്നിച്ച സന്ദർഭത്തിൽ അല്ലാഹ് അയച്ച ആദ്യത്തെ റസൂല് അത് നൂഹ് നബി അലൈഹിസ്സലാമല്ലേ? അവ്വൽ റസൂലിന് ആദ്യത്തെ റസൂല് നൂഹ് നബി അലൈഹിസ്സലാമല്ലേ? ആഖിറത്തിൽ മഹ്ശറ സഭയിൽ വിചാരണക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ആളുകളൊക്കെ അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുമ്പോ നൂഹ് നബിനെ കുറിച്ച് അവർ പറയുന്നത് തന്നെ അവ്വൽ റസൂലല്ലേ, അങ്ങ് ആദ്യത്തെ റസൂലല്ലേ. അത് അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിന് നൽകിയ പ്രത്യേകതയാണ്. ആ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിനോട് ആ സമുദായം ഭിന്നിച്ചപ്പോഴാണ് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു മനുഷ്യനെ റസൂലാക്കിക്കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത്. ആ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിനോട് പറഞ്ഞ ആദ്യത്തെ വാചകത്തിലുണ്ട് ആ സമുദായത്തിന് സംഭവിച്ച പാപം എന്താണെന്ന്. എന്താ നൂഹ് നബി അലൈഹിസ്സലാം സമുദായത്തിനോട് പറഞ്ഞത്? ജനങ്ങളെ, നിങ്ങൾ കളവ് പറയരുത് എന്നാണോ? കൊലപാതകം നടത്തരുത് എന്നാണോ? നിങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കരുത്, അസൂയ വെക്കരുത്, അത്തരത്തിലുള്ള പാപങ്ങളും പാതകങ്ങളും ചെയ്യരുത് എന്നാണോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിൽ നമ്മൾ കാണുന്നത്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു, ആ റബ്ബിന് പുറമെ നിങ്ങൾക്ക് ഒരു ആരാധ്യനില്ല, മറ്റൊരാളെയും നിങ്ങളെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. എന്തിനാ നൂഹ് നബി അങ്ങനെ പറഞ്ഞത്? ആ സമുദായത്തിന്റെ പിഴവ് ആ വിഷയത്തിലായിരുന്നു. അള്ളാഹുവിനോട് അള്ളാനെ ആരാധിക്കുന്നത് പോലെ ആ മനുഷ്യന്മാര് മറ്റുള്ള ചിലരെ ആരാധിച്ചിരിക്കുന്നു. എന്താ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മറ്റൊരാളോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹിനോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനെ അയാൾ ആരാധന ചെയ്തു എന്ന് പറയും. അള്ളാഹുവേ, എനിക്ക് മക്കളെ തരണേ, അള്ളാഹുവേ എന്റെ രോഗം ശിഫയാക്കി തരണേ, എന്റെ ആഗ്രഹം നേടിത്തരണേ, സമ്പത്ത് വർദ്ധിപ്പിക്കണേ, മനപ്രയാസം നീക്കിത്തരണേ എന്ന് ഒരാൾ അള്ളാഹിനോട് പറഞ്ഞാൽ അയാൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചവനാണ്, അള്ളാഹിനെ ആരാധിച്ചവനാണ്. അതേ കാര്യം ഒരാൾ ഒരു കല്ലിനോട് പറഞ്ഞാൽ, ഒരു നബിയോട് പറഞ്ഞാൽ, ഒരു വലിയനോട് പറഞ്ഞാൽ, വലിയേ എന്റെ രോഗം മാറ്റണം, എനിക്ക് മക്കളെ തരണം, എന്റേതായ പ്രയാസങ്ങൾ നീക്കിത്തരണം, തൗഫീഖ് നൽകണം എന്ന് ഒരാൾ ഒരു വലിയനോട് ചോദിച്ചാൽ അയാൾ ആ വലിയനോട് പ്രാർത്ഥിച്ചവനാണ്, ആ വലിയനെ ആരാധിച്ചവനാണ്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ആരോടൊക്കെയോ പ്രാർത്ഥിച്ചിരുന്നു, ആരോടൊക്കെയോ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ സങ്കടം പറഞ്ഞിരുന്നു, ആരോടൊക്കെയോ സഹായം ചോദിച്ചിരുന്നു. ആ നിലക്ക് ആരൊക്കെയോ അവരെ ആരാധിച്ചിരുന്നു. അത് ആരെയാണെന്ന് നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണാം. അങ്ങനെ വന്നപ്പോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭിന്നത സംഭവിച്ചു. കൊലപാതകം നടന്നപ്പോഴും ഭിന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് ഈ പറയുന്ന മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ അത് ഭിന്നതയായി.
അള്ളാഹു ചിത്രീകരിക്കുന്നു. അങ്ങനെ ഭിന്നത സമുദായത്തിൽ വന്നപ്പോ അള്ളാഹു ആദ്യത്തെ റസൂലിനെ പറഞ്ഞയക്കുന്നു. അത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. സഹോദരന്മാരെ, ആരാണ് ഈ പറയുന്ന ആളുകൾ ആരാധിച്ചിരുന്നത്? ആരെയാണ് ഇവർ പ്രാർത്ഥിച്ചിരുന്നത്? ആരോടാണ് ഇവർ സഹായം തേടിയിരുന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. അതേ ഈ പറയുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ അവർ പ്രാർത്ഥിച്ചിരുന്ന ചില വിഗ്രഹങ്ങളുണ്ട്, അവർ പ്രാർത്ഥിച്ചിരുന്ന ചില ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിന്റെ പേരല്ല പറയുന്നുണ്ട്. അതിൽ വദ് എന്ന് പറയുന്നവനുണ്ട്, സുവാ, യഗൂത്ത്, യഊഖ്, നസ്ർ എന്ന് പറയുന്ന 5 വിഗ്രഹങ്ങളെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ ആരാധിച്ചിരുന്നു, അവരോട് പ്രാർത്ഥിച്ചിരുന്നു. ആ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലെ സ്വാലിഹുകളായ മനുഷ്യന്മാരായിരുന്നു ഈ പറയുന്ന 5 ആളുകൾ. ആ ആളുകൾ മരിച്ച സന്ദർഭത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഫലമ്മാ ഹലകൂ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം. ഈ 5 മനുഷ്യന്മാർ സ്വാലിഹുകളായ ആളുകളായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് വളരെ ഭക്തിപൂർവം ജീവിച്ചിരുന്നവരായിരുന്നു. ആളുകൾക്ക് ഉപദേശം കൊടുത്തവരായിരുന്നു. ആളുകൾക്ക് ദീനുൽ ഇസ്ലാം ഉപദേശിച്ചവരായിരുന്നു. ദീനുൽ ഇസ്ലാം ആളുകൾക്ക് പ്രബോധനം ചെയ്തവരായിരുന്നു. ജീവിതത്തിൽ വല്ല ദീനിയായ സംശയങ്ങളും വന്നാൽ ആളുകൾ അത് ചോദിക്കാനും തീർപ്പ് കൽപ്പിക്കാനുമൊക്കെ ജീവിതകാലത്ത് സമീപിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അവര് മരണപ്പെട്ടപ്പോ ശൈത്വാനി മനുഷ്യന്മാർക്ക് വഹ്യ് നൽകുന്നു. ഫലമ്മാ ഹലകൂ, ഈ മനുഷ്യന്മാര് മരണപ്പെട്ടപ്പോ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, ശൈത്വാനി സമുദായത്തിന് വഹ്യ് കൊടുത്തു. എന്താ ശൈത്താന് വഹ്യ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹു നബിമാർക്ക് വഹ്യ് കൊടുത്തു എന്ന് പറയും. അല്ലാഹു നബിമാർക്ക് വഹ്യ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പല ശൈലിയുമുണ്ടല്ലോ. അള്ളാഹു ഒരു നബിയിലേക്ക് മലക്കിനെ പറഞ്ഞയച്ച് വഹ്യ് കൊടുക്കും. അതല്ലെങ്കിൽ അള്ളാഹു അവർക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ അള്ളാഹു അവരോട് നേരിട്ട് സംസാരിക്കും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും നബിയോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു എന്നതിന് പ്രത്യേകം തെളിവില്ല. ആദം നബിയോട് അള്ളാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ച ഘട്ടത്തിൽ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഭൂമിയിലുള്ള അവസ്ഥയിൽ തന്നെ അള്ളാഹു നേരിട്ട് സംസാരിക്കുകയും ആ സംസാരം മൂസാ നബി അലൈഹിസ്സലാം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. കലീമുല്ലാഹ് എന്ന പ്രത്യേകമായ നാമത്തിന് അദ്ദേഹം അർഹനാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആകാശലോകത്ത് വെച്ച് അള്ളാഹു സംസാരിച്ച് വഹ്യ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ? അതുകൊണ്ടല്ലേ 5 വഖത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നത്. കാരണം അള്ളാഹു നേരിട്ട് സംസാരിച്ച് ശരീഅത്താക്കിയതാണ് ഈ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന 5 വഖത്ത് നിസ്കാരം. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു വഹ്യ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ശൈത്താൻ മനുഷ്യന്മാർക്ക് വഹ്യ് കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കണ്ട, ശൈത്താൻ ഒരു മഖ്ലൂക്കാണ്. ഇബ്ലീസ് എന്ന് പറയുന്നത് അള്ളാന്റെ പടപ്പാണ്. ആ പടപ്പിനുള്ള കഴിവേ അയാൾക്കുള്ളൂ. അയാൾ മനുഷ്യന്മാർക്ക് വഹ്യ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾക്ക് വലിയ ഇഷ്ടമുള്ള ജ്യോത്സ്യന്മാരോട് പിശാച് നേരിട്ട് സംസാരിക്കും, അതല്ലെങ്കിൽ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും, വസ്വാസിട്ട് കൊടുക്കും. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതല്ലേ. അങ്ങനെ ഏതോ ഒരു നിലക്ക് അവനെ കൊണ്ട് കഴിയുന്ന നിലക്ക് ഈ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അല്ലെങ്കിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ നേതൃത്വത്തിലുള്ള ഏതോ ഒരു പ്രവർത്തകൻ, ആ ഇബ്ലീസിന്റെ ഏതോ ഒരു അനുയായി ആളുകൾ മനസ്സിൽ ചിന്തയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ആളുകളോട് ദീന് സംസാരിക്കുന്ന വ്യാജേന ചില തെറ്റായ ആശയങ്ങൾ കൈമാറുന്നു. എന്താണ് കൈമാറിയത്?
ഈ മനുഷ്യന്മാര് മഹാന്മാരായിരുന്നില്ലേ? നമ്മളേറെ സ്നേഹിച്ചവരായിരുന്നില്ലേ? നമുക്ക് ദീന് പഠിപ്പിച്ചവരായിരുന്നില്ലേ? മഹാന്മാരെ അവഗണിക്കാമോ? മഹാന്മാരെ മറക്കാമോ? അവരില്ലാത്ത ഒരു ജീവിതം നമുക്കെങ്ങനെ സാധ്യമാകും? അതുകൊണ്ട് ആ മനുഷ്യന്മാരെ മറക്കാതിരിക്കാൻ, ഇബാദത്തിന് വേണ്ടി, ദീന് പഠിപ്പിക്കാനൊക്കെ വേണ്ടി അവർ ഇരുന്ന മഠങ്ങളിൽ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ അവരുടെ ചിത്രം വരക്കണം. നല്ല വിചാരമാണല്ലോ, നല്ല ഒരാശയമാണല്ലോ, നല്ല ഒരു ഉപദേശമാണല്ലോ, സതുപദേശമാണല്ലോ. ആളുകൾക്ക് അതിൽ തെറ്റു തോന്നിയില്ല. അങ്ങനെ ഈ മനുഷ്യന്മാരുടെ രൂപങ്ങൾ അവർ വരച്ചു വെക്കുന്നു. അങ്ങനെ വരച്ചു വെച്ച് പിന്നീട് ശൈത്താൻ വീണ്ടും ഉത്ബോധനം കൊടുക്കുന്നു. ദുർബോധനം കൊടുത്തിട്ട് പറയുന്നു, അത് നിങ്ങൾ കൊത്തിവെച്ചൊരു വിഗ്രഹമാക്കിയാൽ നന്നായിരുന്നു. അങ്ങനെ അവരുടെ പേരിൽ ഒരു വിഗ്രഹങ്ങൾ രൂപപ്പെടുന്നു. ആ സന്ദർഭത്തിലും ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന ഔലിയാ ആരാധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ അതാ ശൈത്താനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അനിൻസിബൂ ഇലാ മജാലിസിഹിം, ഈ മനുഷ്യന്മാർ തപസ്സിരുന്ന, ഇവർ ഇബാദത്തിന് വേണ്ടി ഇരുന്നിരുന്ന ആ പ്രദേശങ്ങളിൽ നിങ്ങൾ നാട്ടണം. അല്ലതീ കാനൂ യജ്ലിസൂന അൻസാബാ, ഇവർ ഈ ഇബാദത്തിന് വേണ്ടി ചടഞ്ഞിരുന്ന മഠങ്ങളിൽ അവരുടെ പേരിൽ നിങ്ങൾ വിഗ്രഹങ്ങളെ നാട്ടണം എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വഹി കൊടുക്കുന്നു. എന്നിട്ട് വസമ്മൂഹ ബിഅസ്മാഇഹിം, അവർക്ക് ഈ വിഗ്രഹങ്ങൾക്ക് ഈ വലിയന്റെ പേരും നിങ്ങൾ കൊടുത്തോ. ഇതിനെ വിഗ്രഹമെന്ന് പറയണ്ട, വദ്ദെന്ന് വിളിച്ചാ മതി, സുവാഖെന്ന് വിളിച്ചാ മതി, യഗൂത്ത് എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഈ മനുഷ്യന്മാർ ആ നിലക്ക് കാര്യങ്ങൾ ചെയ്തു. ആ സന്ദർഭത്തിൽ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിട്ടില്ല, ഔലിയാ ആരാധിക്കപ്പെട്ടിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഫഫഅലു, ശൈത്താന്റെ വഹിയടിസ്ഥാനത്തിൽ അവർ അപ്രകാരം പ്രവർത്തിച്ചു. ഫലം തുഅബദ്, ഈ വിഗ്രഹങ്ങൾ ആ സമയത്തൊന്നും ആരാധിക്കപ്പെട്ടിട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക, അങ്ങനെ ഈ തലമുറ നശിച്ചു പോയപ്പോ, അല്ലെങ്കിൽ ഈ തലമുറ കഴിഞ്ഞു പോയപ്പോ, ഓർമ്മിക്കാൻ വേണ്ടി, ഓർമ്മ പുതുക്കാൻ വേണ്ടി, സ്നേഹിക്കാൻ വേണ്ടി എന്ന കേവല ലക്ഷ്യത്തിന് വേണ്ടി ഈ വിഗ്രഹങ്ങളെ നാട്ടിയിട്ടുള്ള ഈ പിതാക്കന്മാര് നശിച്ചു പോയപ്പോ, മരിച്ചു പോയപ്പോ, വതനസ്സഹൽ ഇൽമു, ഈ വിഗ്രഹങ്ങളെ എന്ത് ലക്ഷ്യത്തിനാണ് നാട്ടിയത് എന്ന ഇൽമും ഇല്ലാതെയായപ്പോ, ഉബിദത്ത്, ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടു. ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നതാണ്. ലോകത്തെങ്ങനെയാണ് ശിർക്ക് വന്നത്? ആ നിലക്ക് ശിർക്ക് വന്നപ്പോൾ ഏത് നബിയാണ് കടന്നു വന്നത്? ആ നബി വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഈ ചരിത്രത്തിലേക്കാണ് സഹോദരങ്ങളെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത്. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ള ശിർക്ക്. ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു ശിർക്കെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ കുറിച്ച്? മഹാന്മാരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത്. മഹാന്മാരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഓ മഹാന്മാരെയാണോ? വിഗ്രഹങ്ങളെയല്ലേ? അതേ വിഗ്രഹങ്ങളെ തന്നെ. ആ വിഗ്രഹങ്ങൾ കേവലമായ ഒരു കല്ലല്ല. വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മഹാന്മാരുടെ പേരിൽ അവരെ കാണാത്തത് കൊണ്ട്, കൺമറഞ്ഞതുകൊണ്ട് അവരുടെ പേരിൽ കാണാൻ സൗകര്യത്തിനൊരു സംവിധാനം വെച്ചതാണ്. അല്ലാതെ ഈ വിഗ്രഹം കേൾക്കുമെന്നല്ല, ഈ കേവല കല്ല് സഹായിക്കുമെന്നല്ല. ഈ വിഗ്രഹം ഏതൊരു വലിയന്റെ പ്രതിനിധിയാണോ ആ വലിയ ഞങ്ങളെ സഹായിക്കും, ആ വലിയ ഞങ്ങളെ രക്ഷിക്കും, ആ വലിയ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും. ഇതല്ലേ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായവും വിശ്വസിച്ചിട്ടുള്ളത്. അവരോടാണ് നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പറയുന്നത്, യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവന് പുറമെ നിങ്ങൾക്ക് ഒരു ആരാധ്യനും ഇല്ല. അതെന്തിനാ പറഞ്ഞത്? അല്ലാഹുക്ക് പുറമെ ആരാധ്യന്മാരുണ്ടെന്ന് അവർ വാദിച്ചപ്പോ അതാരാണ്? മഹാന്മാരായ ഔലിയ ആണ്. ഇവർ ആദം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന പരാമർശം ചരിത്രങ്ങളിൽ കാണുന്നില്ല.
പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തനുസരിച്ച് ദഅവത്ത് നടത്തിയ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഈ ഔലിയായിനെ വിളിച്ച് പ്രാർത്ഥിച്ചതും അവരോട് സഹായം അഭ്യർത്ഥിച്ചതും അവരോട് കാര്യങ്ങളിൽ സങ്കടം പറഞ്ഞതുമൊക്കെ ഈ ഒരു ഈ ഒരു റിപ്പോർട്ടിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അവരുടെ സംസാരങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെ വിശദമാക്കുന്നുണ്ട്. ഇതിനുശേഷം പിന്നീട് ലോകത്തേക്ക് ശിർക്ക് ഇങ്ങനെ പടർന്നു പിടിക്കുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ പിന്നീട് നമ്മൾ എന്താ കാണുന്നത്? നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പ്രബോധനം ചെയ്തു. പക്ഷേ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയത് ഇറാഖിലാണല്ലോ. ആ ഇറാഖിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയെടുത്ത് വളരെ കുറഞ്ഞ ആളുകളാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നത് ഇറാഖിലല്ല. ആദം നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയത് ഒന്നുകിൽ ഇന്ത്യയിലാണ്, അതല്ലെങ്കിൽ മക്ക പ്രദേശത്താണ്. അങ്ങനെ ചില പ്രദേശങ്ങളെയൊക്കെ ചരിത്രകാരന്മാര് അനുമാനിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനത്തിലും പഠനങ്ങൾക്ക് അടിസ്ഥാനത്തിലും. അതിനുശേഷം ജനങ്ങൾ വ്യാപിച്ച് 10 തലമുറകൾക്ക് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ഈ പറയുന്ന ഇറാഖിലേക്ക് എപ്രകാരമാണ് എത്തിയത് എന്നൊക്കെ ചരിത്രകാരന്മാർ വീക്ഷിക്കുന്നുണ്ട്. അതേ നമ്മൾ സ്കൂളുകളിലും മറ്റും പഠിക്കാറില്ലേ നദീതട സംസ്കാരമെന്ന്. എന്താ ഈ നദീതട സംസ്കാരം? ജനങ്ങളെ സംബന്ധിച്ച് ജീവിക്കാൻ വെള്ളം വേണം, ജീവിക്കാൻ വെള്ളത്തിന്റെ സൗകര്യം വേണം. അങ്ങനെ ആളുകൾ വെള്ളം ലഭിക്കാൻ, ശുദ്ധജലം ലഭിക്കുന്നിടത്തേക്ക് അന്വേഷിച്ച് യാത്ര പുറപ്പാടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല ശുദ്ധജലം ലഭിക്കാൻ സാധ്യതയുള്ള 2 നദികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾ ജീവിച്ചിരുന്നു. അതാണ് ഇറാഖിലെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ. ഇതിന്റെ പരിസരത്തായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയത്. ഈ 2 നദികളുള്ളത് ഇറാഖിലാണ്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൽ വളരെ കുറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നു, അധികം ആളുകളും നിഷേധിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന് അള്ളാന്റെ വഹയി വരുന്നു, കപ്പൽ നിർമ്മിക്കണം. അതേ ഒരു വലിയ വെള്ളപ്പൊക്കത്തിനെ സംബന്ധിച്ച് അള്ളാഹ് അറിയിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ വല്ലാത്ത ഒരു വെള്ളപ്പൊക്കം വരുന്നു. അന്ന് ജനങ്ങൾ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ, അന്ന് ജനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഈ ഇറാഖിന്റെ പരിസരത്താണ്. ലോകത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ ജനങ്ങളില്ല. ഈ പറയുന്ന അന്ന് ഭൂമി ലോകത്ത് ജനങ്ങളുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം മാത്രമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് കിട്ടിയവര് മാത്രമാണ്. അതിൽ വിശ്വസിക്കാത്ത മുഴുവൻ ജനങ്ങളെയും അള്ളാഹു നശിപ്പിക്കുന്നു. വിശ്വസിച്ചവരെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ അള്ളാഹു കപ്പലിൽ രക്ഷപ്പെടുത്തുന്നു. പിന്നീട് ആ മനുഷ്യന്മാർ ഇറാഖിന്റെ ഒരു അറ്റത്ത് ചെന്നു ചേരുന്നു. അവിടെ ഇറങ്ങുന്നു, വീണ്ടും ജീവിതം ആരംഭിക്കുന്നു. ആ മനുഷ്യന്മാരൊക്കെ മരണപ്പെടുമ്പോ ആ മനുഷ്യന്മാരിൽ മുസ്ലിങ്ങളിൽ ഒരാൾക്കും അള്ളാഹു സന്തതികളെ നൽകിയിട്ടില്ല, നൂഹ് നബി അലൈഹിസ്സലാമിനല്ലാതെ. ഈ രക്ഷപ്പെട്ടവരിൽ ആകെ മക്കൾ ഉണ്ടായത്, ആകെ മക്കൾ ബാക്കിയായത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് മാത്രമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് മാത്രമാണ് മക്കൾ ഉണ്ടാവുന്നത്. അതാണ് സാമ്, ഹാമ്, യാഫിത്ത് എന്ന് ചരിത്രത്തിൽ പറയുന്നത്. പിന്നീട് ലോകത്ത് മക്കൾ വ്യാപിക്കുന്നത്, ജനങ്ങൾ വ്യാപിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ബാപ്പയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആദം നബിയെ കുറിച്ച് നമ്മളത് പറഞ്ഞല്ലോ. എന്നതുപോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പിതാവ് മറ്റൊന്നുണ്ടെങ്കിൽ അത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമ്മുടെ പരമ്പര, പിതാക്കന്മാരുടെ പരമ്പര ഇവിടെ നിന്ന് എണ്ണിയാൽ അത് നൂഹ് നബി അലൈഹിസ്സലാമിലൂടെ മാത്രമേ ആദം നബി അലൈഹിസ്സലാമിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ തൗഹീദിന്റെ വക്താക്കൾ മാത്രം അവശേഷിക്കുന്ന ഭൂമി ലോകത്ത് ആദം നബിയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് സമൂഹം തിരിച്ചു പോകുന്നു. ലോകത്ത് പടച്ചോനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥ വീണ്ടും കടന്നു വരുന്നു. അതിനുശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്തോ
അതിന് ശേഷമോ ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംവിധാനങ്ങൾ ഒരുക്കുന്നു. അതടിസ്ഥാനത്തിൽ ഒരേ ഭാഷ സംസാരിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത ഭാഷകൾ വരുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ അവർ ഭിന്നിക്കുന്നു. ഭൗതികപരമായി പല നാടുകളിലേക്ക് അവർ ചേക്കേറുന്നു. പിന്നീട് അല്ലാഹു ഇസ്ലാമിക ചരിത്രത്തിൽ പരിചയപ്പെടുത്തുന്നത് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമല്ലേ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം? ആ സംഭവം എവിടെയാണ് നടക്കുന്നത്? യമനിന്റെ പ്രദേശത്താണ് മഹാനായ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം അരങ്ങേറുന്നത്. എന്താണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറയുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്? ബാപ്പയായ നൂഹ് നബി അലൈഹി ഇസ്ലാം എന്ത് പറഞ്ഞോ അതേ കാര്യം തന്നെയാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമും പറയുന്നത്. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവന് പുറമെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല എന്ന് മഹാനായ ഹൂദ് നബി അലൈഹി ഇസ്ലാമും പ്രബോധനം ചെയ്യുന്നു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തിനാ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്രകാരം പ്രബോധനത്തിൽ തന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്? കാരണം ജനങ്ങളിൽ ഈ പറയുന്ന ഇടവേളക്കിടയിൽ ശിർക്ക് വീണ്ടും കടന്നു വന്നു. കാരണം എന്താണ്? ആ ശിർക്ക് കടന്നു വരാൻ പണിയെടുക്കുന്ന ഒരു അദൃശ്യ സിട്ടിയുണ്ട്. അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. മനുഷ്യലോകത്തിനുള്ള ജിന്ന് ലോകത്തിനുള്ള പരീക്ഷണമെന്നോണം അല്ലാഹു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ. ഖിയാമത്ത് നാൾ വരെ ഇബ്ലീസിന് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ കുതന്ത്രത്തെ അല്ലാഹു നൂഹ് നബിയുടെ ചരിത്രത്തിൽ നശിപ്പിച്ചപ്പോ അയാൾ വീണ്ടും പണിയെടുക്കുന്നു. ആ പണിയെടുത്തുകൊണ്ട് മനുഷ്യലോകത്തേക്ക് വീണ്ടും ശിർക്ക് കൊണ്ടുവരുന്നു. വീണ്ടും ശിർക്ക് വന്നു. ആ ശിർക്കും കൊണ്ട് വീണ്ടും അയാൾ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നശിപ്പിക്കാൻ അംബിയാഇനെയും കൊണ്ടുവരുന്നു. അങ്ങനെ അംബിയാഇനെ കൊണ്ടുവന്നപ്പോ ചരിത്രത്തിൽ പറയപ്പെടുന്ന അടുത്ത പ്രവാചകൻ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഹൂദ് നബി അലൈഹിസ്സലാം വരുമ്പോ ലോകത്ത് യമനിന്റെ പ്രദേശത്ത് മാത്രമല്ല ജനങ്ങൾ താമസിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തും ജനങ്ങളുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ആ പല നാട്ടിലേക്ക് പല ഭാഷ സംസാരിക്കുന്നവരിലേക്കൊക്കെ അല്ല നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാ നബിമാരുടെ പേരും അല്ല പറഞ്ഞിട്ടില്ല, ചരിത്രവും പറഞ്ഞിട്ടില്ല. അതിൽ ചില പ്രധാനികളുടെ പേരല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതിലും തന്നെ ചിലരുടെ ചരിത്രം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം യമനിൽ നടക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ മറ്റു പല ഭാഗത്തും നബിമാര് വരാൻ സാധ്യത ഇസ്ലാം തള്ളിക്കളയുന്നില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശം അല്ല പറഞ്ഞിട്ടില്ലെങ്കിലും അല്ല മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ സമുദായത്തിലേക്കും നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അനിഅബ്ദുല്ലാഹ വജ്തനിബുത് തഗൂത്ത്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. താഗൂത്തുകളെ, വിഗ്രഹങ്ങളെ, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ദഅവത്ത് നടത്തിക്കൊണ്ട് ഓരോ സമുദായത്തിലേക്കും. എന്താ സമുദായമെന്ന് പറഞ്ഞാൽ മനുഷ്യക്കൂട്ടം. ലോകത്ത് എവിടെയൊക്കെ മനുഷ്യക്കൂട്ടങ്ങളുണ്ടോ, എവിടെയെല്ലാം മനുഷ്യന്മാരുണ്ടോ, ആ സമുദായങ്ങൾ ഉള്ളിടത്തേക്കെല്ലാം അവരുടെ ഭാഷയിൽ മഹാന്മാരായ അംബിയാഇനെ അല്ലാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. അതിൽ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറഞ്ഞപ്പോ ഹൂദ് നബി അലൈഹിസ്സലാമും ദഅവത്ത് നടത്തിയതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, മറ്റു ആരാധ്യന്മാരെ സ്വീകരിക്കല്ല, മറ്റുള്ളവരോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ല, മറ്റുള്ളവരോട് സഹായം തേടല്ല എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമും പ്രബോധനം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്ന ചരിത്രം മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. അല്ലാഹു പറഞ്ഞല്ലോ, വ ഇലാ സമൂദ അഖാഹും സാലിഹാ,
സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നു. ഖാല, അദ്ദേഹം പ്രബോധനം ചെയ്യുന്നു, യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവന് പുറമെ നിങ്ങൾക്ക് ആരാധ്യന്മാർ ഒരാളും തന്നെയില്ല. എന്തിനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞത്? അവരിലും ഈ പറയുന്ന ബഹുദൈവാരാധന വ്യാപിച്ചിരുന്നു. അവരിലും ഈ പറയുന്ന ശിർക്ക് വ്യാപിച്ചപ്പോ ആ സമുദായത്തിലേക്ക് പ്രത്യേകമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നു. പിന്നീടതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം സൂറത്തു അൽ-അറാഫിൽ പറയുന്നു. ഞാൻ ഈ ഓതി വെച്ച ആയത്തുകൾ മുഴുവൻ സൂറത്തുൽ അറാഫിൽ ഉള്ളതാണ്. നമ്മുടെ കൈകളിലൊക്കെ വിശുദ്ധ ഖുർആനില്ലേ? സൂറത്തുൽ അറാഫ് തുറന്നു വെച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ നമ്മളെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് വലിയ തൗഫീഖ് നൽകപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. വീട്ടിൽ അലമാരയിൽ മുസഹഫിന്റെ പരിഭാഷയില്ലെങ്കിലും ഇന്ന് മൊബൈൽ സംവിധാനത്തിലൂടെ അടക്കം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ലഭിക്കുമല്ലോ. ആ സംവിധാനങ്ങളൊക്കെ നല്ല വിഷയത്തിന് നമ്മൾ ഉപയോഗിക്കണം. മൊബൈലിലൂടെ ഹറാം കാണാനും മൊബൈലിലൂടെ ഹറാമിന് വേണ്ടി സമയം നശിപ്പിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ദീന് പഠിക്കാനും നമ്മുടെ നേതാക്കന്മാരുടെ ചരിത്രങ്ങൾ കേൾക്കാനും ചരിത്രങ്ങളെ വായിക്കാനും അതിലൂടെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും തിരുത്തേണ്ട തെറ്റുകൾ തിരുത്താനുമൊക്കെ നമ്മുടെ ആയുസിന്റെ അല്പസമയമെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി സഹോദരങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു വിവിധ നബിമാരുടെ ചരിത്രം പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു. ശേഷം ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു. ശേഷം മഹാനായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു. ശേഷം അതാ അല്ലാഹു മദിയനിലേക്ക് അയക്കപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു. വഇലാ മദിയന അഖാഹും ശുഐബാ, മദിയനിലേക്ക് അല്ലാഹു ശുഐബ് നബിയെ പറഞ്ഞയക്കുന്നു. ഖാല, അദ്ദേഹം പ്രബോധനം ചെയ്യുന്നു, യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവന് പുറമെ നിങ്ങൾക്ക് ഒരു ഇലാഹും ഇല്ല എന്ന് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തുന്നു. എന്തിനാ